ദേവസ്വം ജീവനക്കാർ ജോലിയിൽ അലസത കാണിക്കരുതെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ. ഗുരുവായൂർ ദേവസ്വം ഭക്തർക്ക് യാതൊരുവിധ സൌകര്യങ്ങളും നൽകുന്നില്ലെന്നാരോപിച്ച് മന്ത്രി കെ രാധാകൃഷ്ണന് നേരെ ഭക്തയുടെ പ്രതിഷേധം. മുല്ലശ്ശേരി പഞ്ചായത്തിലെ ഊരകം 7-ാം വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 83.18% പോളിംഗ്. വോട്ടെണ്ണൽ വെള്ളിയാഴ്ച. പാലപ്പിള്ളിയിൽ വീണ്ടും പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നു. എലിക്കോട് ആദിവാസി കോളനിക്ക് സമീപമാണ് പുലിയിറങ്ങിയത്. നിയമക്കുരുക്കിൽപ്പെട്ട് അടഞ്ഞുകിടന്നിരുന്ന പെരിഞ്ഞനം പഞ്ചായത്തിലെ പ്രളയപ്പുരയ്ക്ക് ശാപമോക്ഷം. 8 കുടുംബങ്ങൾക്ക് കൂടി വീടിന്റെ താക്കോൽ കൈമാറി. കാളിയാറോട് ചന്ദനക്കുടം ആണ്ട് നേർച്ചയ്ക്ക് കൊടിയേറി. മുട്ടുവിളിയുടെയും ദഫുമുട്ടിന്റെയും അകമ്പടിയോടെയായിരുന്നു കൊടിയേറ്റം. ഞായറാഴ്ച പുലർച്ചെ വരെ നേർച്ചകൾ പള്ളിയിലെത്തും. കടങ്ങോട് ചിറമനേക്കാട് കണലിപ്പാറപ്പുറത്ത് വെടിമരുന്ന് പടക്ക സംഭരണശാല ആരംഭിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം. ജനവാസ കേന്ദ്രത്തിന് സമീപം വെടിമരുന്ന് സംഭരണശാല ആരംഭിക്കാനുള്ള നീക്കമാണ് നാട്ടുകാരെ ഭീതിയിലാക്കിയത്. വേനൽ കനത്തിട്ടും കുറുമാലിപ്പുഴയിലെ മൺചിറ നിർമ്മാണം തുടങ്ങിയില്ല. കുടിവെള്ള ജലസേചന പദ്ധതി പ്രവർത്തനം അവതാളത്തിൽ. മൺചിറ നിർമ്മാണം നടത്താത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ പഞ്ചായത്ത് ഓഫീസ് മാർച്ച് നടത്തി. നമസ്കാരം. വാർത്തകൾ വിശദമായി. ദേവസ്വം ജീവനക്കാർ ജോലിയിൽ അലസത കാണിക്കരുതെന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു. ഗുരുവായൂർ ദേവസ്വത്തിന്റെ വിവിധ പദ്ധതികളുടെ സമർപ്പണം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജീവനക്കാർ ജോലികൾ കൃത്യമായി ചെയ്തു തീർക്കാൻ ശ്രദ്ധിക്കണം. കൂടുതൽ ഭക്തർക്ക് സൌകര്യമൊരുക്കാൻ ഇത് വഴിവെക്കുമെന്നും മന്ത്രി പറഞ്ഞു. റെയിൽവേ സ്റ്റേഷന് സമീപം തിരുത്തിക്കാട്ടുപറമ്പിൽ ദേവസ്വം ജീവനക്കാർക്കായി നിർമ്മിക്കുന്ന പാർപ്പിട സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനം, കംഫർട്ട് സ്റ്റേഷൻ കം ഡോർമിറ്ററി സമുച്ചയത്തിന്റെ സമർപ്പണം, നവീകരിച്ച മഞ്ജുലാൽ പടിഞ്ഞാറെ റോഡ് സമർപ്പണം, ആനത്താവളത്തിൽ നിർമ്മിച്ച ഇന്റർലോക്ക് ടൈൽ റോഡ് സമർപ്പണം എന്നിവയാണ് മന്ത്രി നിർവഹിച്ചത്. സമർപ്പണ ചടങ്ങിൽ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ്, ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ സി മനോജ്, ചെങ്ങറ സുരേന്ദ്രൻ, മനോജ് ബി നായർ, വി ജി രവീന്ദ്രൻ, വാർഡ് കൌൺസിലർ ശോഭ ഹരിനാരായണൻ, അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ തുടങ്ങിയവർ സംസാരിച്ചു. പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിച്ച കരാറുകാർക്ക് ദേവസ്വത്തിന്റെ ഉപഹാരം ചടങ്ങിൽ മന്ത്രി സമ്മാനിച്ചു. വ്യവസായ പ്രമുഖനായിട്ടുള്ള സുന്ദരയ്യർ അദ്ദേഹത്തിന്റെ കുടിയില്ല. ഗുരുവായൂരിനെ കേരളത്തിന്റെ ക്ഷേത്ര നഗരിയാക്കണമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന പ്രസാദ ഊട്ടിൽ പങ്കെടുത്ത ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ഭൌതിക സാഹചര്യം കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള വലിയ ഇടപെടലുകളാണ് കഴിഞ്ഞ 2-3 വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗുരുവായൂർ നഗരസഭയും ദേവസ്വവും സംയുക്തമായി വികസന പ്രവർത്തനം നടത്തുന്നതിന്റെ ഭാഗമായി ഒട്ടേറെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിന്റെ ടെമ്പിൾ സിറ്റിയാകുന്നതിന് 50% ഭൌതിക സാഹചര്യങ്ങൾ ഒരുക്കാനായി. ഭൌതിക സാഹചര്യങ്ങൾ കുറേക്കൂടെ മെച്ചപ്പെട്ട രീതിയിൽ ഒരുക്കാനുള്ള ഇടപെടലുകളാണ് വേണ്ടത്. ദേവസ്വത്തിനും നഗരസഭയ്ക്കുമൊപ്പം ജില്ലാ ഭരണകൂടവും സംസ്ഥാന സർക്കാരും ചേർന്ന് കേരളത്തിന്റെ ടെമ്പിൾ സിറ്റി എന്ന നാമധേയം അന്വർത്ഥമാക്കുന്ന രീതിയിലുള്ള ഇടപെടലുകൾ നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. തെക്കേനടയിലെ ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിലെ പ്രസാദ ഊട്ട് പന്തലിലെത്തിയ മന്ത്രി ഉത്സവ കഞ്ഞിയും പുഴുക്കും കഴിച്ചു. ഗുരുവായൂർ ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാടും ഭരണസമിതി അംഗം സി മനോജും ചേർന്നാണ് മന്ത്രിക്ക് കഞ്ഞിയും പുഴുക്കും വിളമ്പിയത്. ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ്, ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ, ഭരണസമിതി അംഗങ്ങളായ ചെങ്ങറ സുരേന്ദ്രൻ, മനോജ് ബി നായർ, വി ജി രവീന്ദ്രൻ, അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ എന്നിവരും മന്ത്രിക്കൊപ്പം പ്രസാദ ഊട്ടിൽ പങ്കെടുത്തു. ഭൗതിക സാഹചര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള വലിയ ഇടപെടലാണ് 2-3 വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങളാണ് നമ്മുടെ ഗുരുവായൂർ ദേവസ്വം, അതുപോലെ തന്നെ ഗുരുവായൂർ മുനിസിപ്പാലിറ്റി എല്ലാം സംയുക്തമായിട്ടുള്ള വികസന പ്രവർത്തനം നടത്തുന്നതിന്റെ ഭാഗമായിക്കൊണ്ട് ഒട്ടേറെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഗുരുവായൂർ അമ്പലത്തോടനുബന്ധിച്ച് ഒട്ടേറെ ഭൗതിക നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഗുരുവായൂർ ദേവസ്വം ഭക്തർക്ക് യാതൊരുവിധ സൌകര്യങ്ങളും നൽകുന്നില്ലെന്നാരോപിച്ച് മന്ത്രി കെ രാധാകൃഷ്ണന് നേരെ ഭക്തയുടെ പ്രതിഷേധം. ദേവസ്വത്തിന്റെ വിവിധ വികസന പ്രവർത്തനങ്ങൾ മന്ത്രി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രതിഷേധവുമായി ഭക്ത എത്തിയത്.
ഗുരുവായൂർ ദേവസ്വത്തിനെതിരെ രൂക്ഷമായ ഭാഷയിൽ ഭക്ത ഉച്ചത്തിൽ സംസാരിച്ചതോടെ മന്ത്രി പ്രസംഗം നിർത്തി. ഉടൻ തന്നെ ദേവസ്വം ജീവനക്കാരെത്തി ഭക്തയെ പിടിച്ചുമാറ്റാൻ ശ്രമിച്ചതോടെ അവർ രോഷാകുലയായി. ദേഹത്ത് തുടരുതെന്ന് അവർ നിർദ്ദേശിച്ചു. ഈ സമയം വേദിക്കരികിൽ പോലീസ് ഉണ്ടായിരുന്നില്ല. റോഡരികിൽ നിന്ന് പോലീസും ദേവസ്വം സെക്യൂരിറ്റി ജീവനക്കാരും ബഹളം കേട്ട് ഓടിയെത്തിയപ്പോഴേക്കും ഭക്ത നടന്നകന്നു. ഭക്തി അമിതമായാലും ദോഷമാണെന്നായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. മാലിന്യ സംസ്കരണത്തെക്കുറിച്ച് ഗുരുവായൂർ ദേവസ്വത്തിന് നഗരസഭാ ചെയർമാന്റെ പരസ്യ താക്കീത്. ദേവസ്വത്തിന്റെ വിവിധ വികസന പ്രവർത്തനങ്ങളുടെ സമർപ്പണ ചടങ്ങിൽ മന്ത്രി കെ രാധാകൃഷ്ണൻ വേദിയിലിരിക്കെയാണ് നഗരസഭാ ചെയർമാൻ ദേവസ്വത്തിന് താക്കീത് നൽകിയത്. അതിഥികൾക്ക് പേപ്പർ ഗ്ലാസിൽ ചായ നൽകിയതാണ് നഗരസഭാ ചെയർമാനെ പ്രകോപിപ്പിച്ചത്. ഡിസ്പോസിബിൾ മാലിന്യം കുമിഞ്ഞുകൂടാനിടയാക്കുമെന്നും ചെയർമാൻ പറഞ്ഞു. പേപ്പർ ഗ്ലാസിൽ ചൂടുള്ള ചായ കുടിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണെന്നും മന്ത്രിയും ചൂണ്ടിക്കാട്ടി. കൃത്യമായ മാലിന്യ സംസ്കരണം നടത്താത്തവർക്കെതിരെ സർക്കാർ കർശന നടപടിയാണ് സ്വീകരിക്കുന്നത്. ഇതിനായി സർക്കാർ നഗരസഭാ സെക്രട്ടറിക്ക് പ്രത്യേക അധികാരം നൽകിയിട്ടുണ്ട്. കേരളം പല കാര്യങ്ങളിലും മാതൃകയാണ്. എന്നാൽ മാലിന്യ സംസ്കരണ രംഗത്ത് പുറകിലാണ്. മാലിന്യ സംസ്കരണത്തിന്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാനാകില്ല. ദേവസ്വത്തിന്റെ എല്ലാ സ്ഥാപനങ്ങളിലും ഇക്കാര്യം കർശനമാക്കണം. കഴുകി ഉപയോഗിക്കാവുന്ന സ്റ്റീൽ ഗ്ലാസോ കുപ്പി ഗ്ലാസോ ഉപയോഗിക്കാൻ ദേവസ്വം തയ്യാറാകണമെന്നും ചെയർമാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ഈ കാര്യത്തിൽ നമ്മൾ പുറകിലാണ്. ഒരു കാരണവശാലും മാലിന്യ സംസ്കരണത്തിൻ്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ നമുക്കാവില്ല. എല്ലാ നിലയിലും ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും ആ കാര്യം കർക്കശമാക്കണം. നമുക്ക് സ്റ്റീൽ ഗ്ലാസ് മതി, അതൊന്ന് കഴുകിയാൽ വീണ്ടും ഉപയോഗിക്കാം. അല്ലെങ്കിൽ കുപ്പി ഗ്ലാസ് അത് പൊട്ടിക്കണ്ട, അതിനേക്കാൾ നല്ലത് സ്റ്റീൽ ഗ്ലാസ്സാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിലും ഈ ഭക്ഷണം കഴിക്കാൻ പ്ലേറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരത്തെ തീരുമാനിച്ചതും പിന്നീട് പല കാരണങ്ങളാൽ മാറ്റിയതുമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മുല്ലശ്ശേരി പഞ്ചായത്തിലെ ഊരകം 7ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ 83.18% പോളിംഗ്. ഊരകം AUP സ്കൂളിലെ 1ഉം 2ഉം ബൂത്തുകളിൽ രാവിലെ മുതൽ വോട്ട് ചെയ്യാനായി നീണ്ട നിരയായിരുന്നു. 1142 വോട്ടർമാരിൽ 950 പേർ വോട്ട് രേഖപ്പെടുത്തി. അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാനായി പോളിംഗ് സ്റ്റേഷനിലും പരിസരത്തും പാവറട്ടി SHO ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ പോലീസ് ക്യാമ്പ് ചെയ്തിരുന്നു. UDF അംഗമായിരുന്ന മോഹനൻ വാഴപ്പുള്ളിയുടെ മരണത്തെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ഒരു വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് കഴിഞ്ഞ തവണ UDF വിജയിച്ചത്. 5 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുണ്ടായിരുന്നത്. UDF സ്ഥാനാർത്ഥിയായി ലിജോ പനയ്ക്കൽ, LDF സ്ഥാനാർത്ഥിയായി VM മനീഷ്, NDA സ്ഥാനാർത്ഥിയായി മിഥുൻ ബൃന്ദാവനം, ഇന്ത്യൻ ഗാന്ധിയൻ പാർട്ടി സ്ഥാനാർത്ഥിയായി പാർവതി ഗാന്ധി, സ്വതന്ത്ര സ്ഥാനാർത്ഥി NR രാജൻ എന്നിവരാണ് മത്സരിച്ചത്. വോട്ടെണ്ണൽ വെള്ളിയാഴ്ച രാവിലെ 10-ന് മുല്ലശ്ശേരി പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടക്കും. വാർദ്ധക്യം മറന്ന് വോട്ട് ചെയ്യാനെത്തിയ വയോജനങ്ങളുടെ നീണ്ട നിര ഊരകം ഉപതെരഞ്ഞെടുപ്പിനെ ആവേശകരമാക്കി. രാവിലെ വോട്ടിംഗ് ആരംഭിച്ചപ്പോൾ മുതൽ വയോജനങ്ങൾ പരസഹായത്തോടെയാണെങ്കിലും ആവേശത്തോടെ വോട്ട് ചെയ്യാനെത്തി. 3 മുന്നണികളും വൃദ്ധരും അവശരുമായവരെ വാഹനങ്ങളിൽ പോളിംഗ് ബൂത്തിന് മുന്നിൽ രാവിലെ തന്നെ എത്തിച്ചു. ശാരീരിക അവശതകളുള്ള 95 വയസ്സായ ഊരുപറമ്പിൽ ജാനകിയും 83 വയസ്സായ നെല്ലിക്കൽ കേശവനും നടക്കാൻ തീരെ പറ്റാത്ത 78 വയസ്സായ നെല്ലിക്കൽ ഭവാനിയും നാലപ്പുരയ്ക്കൽ രാധയും എല്ലാം ജനാധിപത്യത്തിന്റെ വിജയ മാതൃകകളായി. ഊരകം ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് വിജയം സുനിശ്ചിതമാണെന്ന് മുരളി പെരുന്നെല്ലി MLA. ഊരകം AUP സ്കൂളിലെ 1-ാം നമ്പർ ബൂത്തിൽ ഭാര്യയോടും മകളോടുമൊപ്പം എത്തി വോട്ട് ചെയ്തതിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു MLA. വിവാഹവേദിയിൽ നിന്ന് നവവധു പോയത് പോളിംഗ് ബൂത്തിലേക്ക്. മുല്ലശ്ശേരി പഞ്ചായത്ത് 7ാം വാർഡ് ഊരകം ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ വിവാഹ വസ്ത്രത്തിൽ നവവധു എത്തിയപ്പോൾ ഉദ്യോഗസ്ഥർക്കും നാട്ടുകാർക്കും കൗതുകമായി. ഊരകം പുഴങ്ങരയില്ലത്ത് ഫൈസൽ മകൾ റാഷിദയാണ് കുടുംബസമേതം പോളിംഗ് ബൂത്തായ ഊരകം AUP സ്കൂളിലേക്ക് എത്തിയത്. UDF സ്ഥാനാർത്ഥി ലിജോ പനയ്ക്കൽ വോട്ട് ചെയ്യാനെത്തിയ നവവധുവിന് വിവാഹമംഗളാശംസകൾ നേരുകയും പോളിംഗ് ബൂത്തിലേക്ക് ആനയിക്കുകയും ചെയ്തു. പോളിംഗ് ബൂത്തിലുണ്ടായിരുന്ന വോട്ടർമാരും നവവധുവിന് മംഗളങ്ങൾ നേർന്നു. പാലപ്പിള്ളിയിൽ വീണ്ടും പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നു. എലിക്കോട് ആദിവാസി കോളനിക്ക് സമീപമാണ് പുലിയിറങ്ങിയത്. വീടിന് പുറകിലെ തോട്ടത്തിൽ നിന്നിരുന്ന പശുക്കുട്ടിയുടെ പകുതി ഭാഗവും ഭക്ഷിച്ച നിലയിലാണ്. വ്യാഴാഴ്ച പുലർച്ചെയാണ് പ്രദേശവാസികൾ പശുക്കുട്ടിയെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. വനം വകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി. ആഴ്ചകൾക്ക് മുമ്പ് എച്ചിപ്പാറ, കുണ്ടായി, വലിയകുളം പ്രദേശത്തും പുലിയിറങ്ങി പശുക്കളെ കൊന്നിരുന്നു. തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാഡികൾക്കും ആദിവാസി കോളനികൾക്കും സമീപത്തായി പുലിയിറങ്ങി വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചു തുടങ്ങിയതോടെ നാട്ടുകാർ ഭീതിയിലാണ്.
കാട്ടാനശല്യത്താൽ പൊറുതിമുട്ടിയിരിക്കുന്ന പ്രദേശത്ത് പുലിയിറങ്ങി ഭീതി പരത്തിയതോടെ നാട്ടുകാർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. പുലിയിറങ്ങി പശുക്കളെ ആക്രമിക്കുന്നത് പതിവായ സാഹചര്യത്തിൽ പുലിയെ പിടികൂടുന്നതിനുള്ള കൂട് സ്ഥാപിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. നിയമക്കുരുക്കിൽപ്പെട്ട് അടഞ്ഞുകിടന്നിരുന്ന പെരിഞ്ഞനം പഞ്ചായത്തിലെ പ്രളയപ്പുരയ്ക്ക് ശാപമോക്ഷം. 8 കുടുംബങ്ങൾക്ക് കൂടി വീടിന്റെ താക്കോൽ കൈമാറി. റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഗൃഹപ്രവേശന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. 2025ഓടെ അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി കേരളം മാറുമെന്ന് മന്ത്രി പറഞ്ഞു. ഈ സർക്കാരിന്റെ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുൻപ് എല്ലാവർക്കും ഭൂമി, എല്ലാവർക്കും വീട് നൽകണമെന്നാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. സാധാരണ നിലയിൽ ഗവൺമെന്റിന്റെ ഒരു നയമാണ് എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട്. അക്കൂട്ടത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കൂടി കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഭവന നിർമ്മാണ പദ്ധതിയായിട്ടുള്ള ലൈഫ് കൂടി സമാഹരിച്ചപ്പോൾ ഈ ഗവൺമെന്റ് കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് എല്ലാവർക്കും ഭൂമിയും എല്ലാവർക്കും വീടും നൽകാവുന്ന ഒരു നാടായി കേരളം മാറണം എന്ന നിർബന്ധ ബുദ്ധിയിലേക്ക് കടന്നു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിൽ റോട്ടറി ക്ലബ്ബ് 1 കോടി രൂപ ചെലവഴിച്ച റവന്യൂ വകുപ്പിന്റെ മിച്ചഭൂമി സ്ഥലത്താണ് പ്രളയപുര നിർമ്മിച്ചിരിക്കുന്നത്. പ്രളയബാധിതരായ 2 കുടുംബങ്ങൾക്ക് മാത്രമേ താക്കോൽ കൈമാറിയിരുന്നുള്ളൂ. പഞ്ചായത്തിന്റെയും MLAയുടെയും ജില്ലാ കളക്ടറുടെയും ഇടപെടലിനെ തുടർന്ന് ഫെബ്രുവരി 14 നടന്ന ക്യാബിനറ്റ് യോഗത്തിലാണ് പ്രളയപുരയിലെ ബാക്കി വീടുകൾ പ്രളയബാധിതർക്ക് പുറമെ ഭവനരഹിതർക്കും ഭൂരഹിതർക്കും നൽകാൻ തീരുമാനിച്ചത്. ET ടൈസൺ MLA അധ്യക്ഷത വഹിച്ചു. പ്രളയപുരയുടേതുപോലെ സാങ്കേതിക പ്രശ്നങ്ങളുണ്ടായിരുന്ന പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിലെ ക്രിമിറ്റോറിയത്തിന്റെ സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ച് പ്രവർത്തന സജ്ജമായെന്ന് ET ടൈസൺ MLA പറഞ്ഞു. ഗതാഗത കുരുക്ക് നേരിടുന്ന 3 പീടിക സെന്ററിലെ ട്രാഫിക് പ്രശ്നത്തിന് റോഡിന് വീതി കൂട്ടി പരിഹരിക്കും. മണ്ഡലത്തിലെ മറ്റൊരു പ്രധാന വികസന പദ്ധതിയാണ് 1.79 കോടി ചെലവിൽ നിർമ്മിച്ച ഐസൊലേഷൻ വാർഡെന്നും MLA കൂട്ടിച്ചേർത്തു. ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ മുഖ്യാതിഥിയായി. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ്, വൈസ് പ്രസിഡന്റ് NK അബ്ദുൽ നാസർ, കൊടുങ്ങല്ലൂർ തഹസിൽദാർ അനിൽകുമാർ, ഡെപ്യൂട്ടി തഹസിൽദാർ അജിത, പഞ്ചായത്ത് സെക്രട്ടറി K ശ്രീകുമാർ, വില്ലേജ് ഓഫീസർ ഷൈബി, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. TCV ന്യൂസ് കയ്പമംഗലം. കാളിയാറോട് ചന്ദനക്കുടം ആണ്ട് നേർച്ചയ്ക്ക് കൊടിയേറി. മുട്ടുംവിളിയുടെയും ദഫുമുട്ടിന്റെയും അകമ്പടിയോടെയായിരുന്നു കൊടിയേറ്റ് നടന്നത്. കേന്ദ്ര ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് KM രാജേഷ് ഖാൻ കൊടിയേറ്റ് നിർവഹിച്ചു. നേർച്ച ദിവസമായ ശനിയാഴ്ച മൗലീദ് പാരായണവും ഖത്തം ദുആയ്ക്ക് ശേഷം അന്നദാനവും ഉണ്ടാകും. വൈകിട്ട് പള്ളി കേന്ദ്ര ജമാഅത്തിന്റെ കീഴിലുള്ള 4 മഹല്ലുകളിൽ നിന്നും നേർച്ച ആരംഭിച്ച് പള്ളിയിലെത്തി സെക്രട്ടറിമാർ കൊടിയേറ്റ് നടത്തും. തുടർന്ന് വിവിധയിടങ്ങളിൽ നിന്നുള്ള നേർച്ച ആഘോഷങ്ങൾ പള്ളിയിലെത്തി കൊടിയേറ്റി മടങ്ങും. ഞായറാഴ്ച പുലർച്ചെ വരെ നേർച്ചകൾ പള്ളിയിലെത്തും. കാളിയാറോട് പള്ളി കേന്ദ്ര ജമാഅത്ത് കമ്മിറ്റി സെക്രട്ടറി KA അബ്ദുൽ അസീസ്, ട്രഷറർ VS കാസിം ഹാജി, വൈസ് പ്രസിഡന്റ് PS മൊയ്തീൻകുട്ടി, ജോയിന്റ് സെക്രട്ടറി PP റഷീദ് തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കടങ്ങോട് പഞ്ചായത്തിലെ ചിറമനേങ്ങാട് കണലിപ്പാറപ്പുറത്ത് വെടിമരുന്ന് പടക്ക സംഭരണശാല ആരംഭിക്കുവാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. ജനവാസ കേന്ദ്രത്തിന് സമീപം വെടിമരുന്ന് സംഭരണശാല പ്രവർത്തനം ആരംഭിക്കുന്നത് നാട്ടുകാരെ ഭീതിയിലാക്കിയിരിക്കുകയാണ്. കടങ്ങോട് പഞ്ചായത്തിലെ 2ാം വാർഡിൽ ഉൾപ്പെടുന്ന ചിറമനേങ്ങാട് പ്രദേശത്ത് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നതിന് നടുവിലാണ് കണലിപ്പാറപ്പുറം സ്ഥിതി ചെയ്യുന്നത്. കുന്നംകുളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പടക്ക നിർമ്മാണ ഗ്രൂപ്പ് ഈ സ്ഥലം വിലയ്ക്ക് വാങ്ങിയാണ് വെടിമരുന്ന് സംഭരണശാല നിർമ്മിക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. ഈ വ്യക്തിക്ക് 8 കടകൾ കേരളത്തിലുണ്ട്. തമിഴ്നാട്ടിലെ പടക്ക നിർമ്മാണശാല അടക്കം ഉണ്ടെന്നാണ് അറിവ്. അവരുടെ ഈ കടകളിലേക്കുള്ള എല്ലാ സാധനങ്ങളും സ്റ്റോക്ക് ചെയ്യാനും വിൽക്കാനും വേണ്ടിയിട്ടാണ് ഇവിടെ ഇത്രയും ജനവാസ കേന്ദ്രമായിട്ടുള്ള ഈ സ്ഥലത്ത് അവരൊരു ഗോഡൌണ് പണിയാൻ വേണ്ടി പോകുന്നത്. 150 വീടുകൾ ചുറ്റുപാടുകളുണ്ട്. പിന്നെ അമ്പലം, ഒരു 3 അമ്പലമുണ്ട്. കുട്ടികൾക്ക് പഠിക്കാൻ പോകാനുള്ള സൗകര്യങ്ങളുള്ള റോഡ്, ഇതൊക്കെ ഇതിന്റെ അടുത്തുകൂടിയാണ് പോണത്. ഒന്നും പറയാൻ പറ്റില്ല. ഇന്നത്തെ കാലം അനുസരിച്ച് എല്ലായിടത്തും അപകടങ്ങളും കാര്യങ്ങളൊക്കെ നടന്നിരിക്കുന്ന സന്ദർഭമാണ് ഇപ്പോൾ കാണുന്നത്. എന്ത് വില കൊടുത്തിട്ടായാലും ഞങ്ങൾ അതിൽ എതിർക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. കണലിപ്പാറപ്പുറത്തിന് 50 മീറ്റർ ദൂരത്തിൽ 70ഓളം വീടുകളും 100 മീറ്റർ ദൂരത്തിൽ 200ഓളം വീടുകളും സ്ഥിതി ചെയ്യുന്നുണ്ട്. തൊട്ടടുത്ത് തന്നെ ക്ഷേത്രങ്ങളും കാവുകളും പഞ്ചായത്ത് റോഡുമുണ്ട്. ഈ സ്ഥലത്തിനോട് ചേർന്നാണ് കുടിവെള്ള വിതരണ ടാങ്ക് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ഈ പാറപ്പുറത്ത് ഇത്രയും ഒരു ഹീനമായ പ്രവൃത്തിയാണ് ഇപ്പോൾ
നമ്മളെ കാണേണ്ടി വന്നിട്ടുള്ളത്. വളർന്നു വരുന്ന ഓരോ തലമുറയ്ക്കും ബുദ്ധിമുട്ടുകൾ ഇനിയും ഭാവിയിൽ ദോഷങ്ങൾ ചെയ്യും. അതുകൊണ്ട് ഇത്തരം ഒരു പ്രവൃത്തി ഈ സ്ഥലത്ത് ഈ പ്രദേശത്ത് നടത്താൻ ഞങ്ങൾ ആരും അനുവദിക്കില്ല. പാറങ്ങനെ പൊട്ടിക്കും തോറും ഭൂമിയുടെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുകയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും പേടിയാണ്. ഈ ഭാഗത്ത് ഇത് ആരാധനാലയമുണ്ട്, കൊച്ചുമക്കൾ സ്കൂളുകളിൽ പോണതും പ്രോപ്പർ കേന്ദ്രമാണത്. അവിടെയാണ് ഇത് വരണത്. വാണിജ്യ ആവശ്യത്തിന് കെട്ടിടം നിർമ്മിക്കാനെന്ന് കാണിച്ചാണ് പഞ്ചായത്തിൽ നിന്ന് നിർമ്മാണാനുമതി വാങ്ങിയതെന്ന് അധികൃതർ പറയുന്നു. കെട്ടിടങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് നമ്മൾ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടു. പഞ്ചായത്ത് ചോദിച്ചപ്പോൾ പഞ്ചായത്ത് ഈ ഇന്ന കാര്യത്തിലാണെന്നുള്ളത് അവർ അറിഞ്ഞിട്ടില്ല. 3 കടമുറികൾക്ക് വേണ്ടിയിട്ട് ഒരു അപേക്ഷ കൊടുത്തു. കമേഴ്ഷ്യൽ പർപ്പസ് എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അതിനുള്ള അനുമതി കൊടുത്തു. ബാക്കിയുള്ള കാര്യങ്ങൾ അവർക്ക് അറിയില്ല. അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അവർ സ്റ്റോപ്പ് മെമ്മോ കൊടുത്ത് നിർത്താമെന്നാണ് പ്രസിഡന്റും മറ്റുള്ള സെക്രട്ടറിയും അറിയിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം വാർഡ് മെമ്പറുടെ സാന്നിധ്യത്തിൽ നാട്ടുകാർ യോഗം ചേർന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ തടയണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് അധികൃതർക്ക് നിവേദനം നൽകിയിട്ടുണ്ട്. ഇതിനു പുറമെ 1 ഏക്കർ വരുന്ന സ്ഥലത്ത് വൻതോതിൽ പാറാഖനനം നടത്തിയിട്ടുണ്ട്. അനധികൃതമായി വെടിമരുന്ന് ഉപയോഗിച്ചാണ് പാറാഖനനം നടത്തിയിട്ടുള്ളതെന്നും നാട്ടുകാർ പറയുന്നു. ഇതിനെതിരെയും ജിയോളജി വകുപ്പിൽ നാട്ടുകാർ പരാതി നൽകിയിട്ടുണ്ട്. എരുമപ്പെട്ടി. വേനൽ കനത്തിട്ടും കുറുമാലിപ്പുഴയിലെ മൺചിറ നിർമ്മാണം ഇതുവരെ തുടങ്ങിയില്ല. കുടിവെള്ള ജലസേചന പദ്ധതി പ്രവർത്തനം അവതാളത്തിൽ. വരൾച്ചാ ഭീതിയിൽ കാർഷിക മേഖല. കുറുമാലിപ്പുഴയിൽ ഇറിഗേഷൻ വകുപ്പിന്റെ ചെങ്ങാലൂർ കുണ്ടുകടവച്ചിറ, കരയാമ്പാടത്തെ തോട്ടുമുഖം, കന്നാറ്റുപാടത്തെ കാരിക്കുളം, മാഞ്ഞൂർ, വാസുപുരം കടവുകളിലെ മൺചിറകളാണ് ഇനിയും പണി ആരംഭിക്കാത്തത്. സാധാരണ ഡിസംബർ മാസത്തിൽ പൂർത്തിയാകുന്ന ചിറകൾ ജൂൺ മാസത്തിൽ മഴ ശക്തമാകുന്നതോടെ തനിയെ തകരുകയാണ് പതിവ്. പുഴയിലെ വെള്ളം നിയന്ത്രിക്കുന്നതിന് വർഷം തോറും പണിയുന്ന താൽക്കാലിക മൺചിറകളാണ് ഇതുവരെ നിർമ്മിക്കാത്തത്. പുഴയിൽ മണൽച്ചാക്കുകൾ നിരത്തി മുകളിൽ മണ്ണിട്ടാണ് ചിറകൾ പണിയുന്നത്. ജില്ലയിലെ 13,000 ഹെക്ടർ കോൾപ്പാടങ്ങൾ ആശ്രയിക്കുന്നത് ചിമ്മിനി ഡാമിലെ വെള്ളമാണ്. ചിമ്മിനി ഡാമിന്റെ പ്രധാന ജലവിതരണ മാർഗമാണ് കുറുമാലിപ്പുഴ. വേനലിൽ വെള്ളം നിയന്ത്രിച്ച് കോൾകൃഷിക്ക് ആവശ്യത്തിന് വെള്ളം എത്തിക്കുന്നതിനും മേഖലയിലെ കാർഷിക ജലസേചനം സുഗമമാക്കുന്നതിനുമാണ് ഇറിഗേഷൻ വകുപ്പ് പുഴയിൽ മൺചിറകൾ നിർമ്മിക്കുന്നത്. പുഴവെള്ളം ചിറകെട്ടി തടയുന്നതോടെ ചിമ്മിനി, വരന്തരപ്പള്ളി, പുതുക്കാട്, മാഞ്ഞാങ്കുഴി ഷട്ടർ വരെയുള്ള പ്രദേശങ്ങളിലെ കാർഷിക ജലസേചന ആവശ്യങ്ങൾക്കും പരിഹാരമാകാറുണ്ട്. എന്നാൽ ഇത്തവണ ചിറ നിർമ്മാണം നടക്കാത്തതിനാൽ മേഖലയിൽ വരൾച്ചാ ഭീഷണി ശക്തമാണ്. കുറുമാലിപ്പുഴയിലെ നിരവധി ജലസേചന പദ്ധതികൾ പ്രവർത്തനം നിലയ്ക്കുമെന്ന സ്ഥിതിയുമുണ്ട്. കാർഷിക മേഖലയായ വരന്തരപ്പള്ളി പഞ്ചായത്തിലെ കർഷകരാണ് കൂടുതൽ ദുരിതമനുഭവിക്കുന്നത്. ചിറ കെട്ടുന്നതോടെ തോടുകളിലൂടെയും കാനയിലൂടെയും എത്തുന്ന വെള്ളത്തെ ആശ്രയിച്ചാണ് വേനൽക്കാലത്തെ കൃഷി. എന്നാൽ ചിറ നിർമ്മാണം ആരംഭിക്കാത്തതിനാൽ വെള്ളമില്ലാതെ കരയാമ്പാടം പാടശേഖരത്തിലെ 100 കണക്കിന് ഹെക്ടർ നെൽകൃഷിയും കാർഷിക വിളകളും ഉണക്ക് ഭീഷണിയിലാണ്. കുറുമാലിപ്പുഴയിലെ ചിറകള് ഈ അടുത്ത കാലം വരെ ഇങ്ങനൊരു ചരിത്രം ഉണ്ടായിട്ടില്ല. കെട്ടാതെ ഈ ഡിസംബർ ലാസ്റ്റ് വരെ കെട്ടിയിരുന്നതാണ് എല്ലാ കൊല്ലം. പക്ഷേ ഇത്തവണ മാത്രം അത് ഇല്ല. അത് തന്നെയല്ല, ചെമ്മിണി ഡാമിലത്തെ വെള്ളം ഇങ്ങനെ തുറന്ന് ഊറ്റി വിട്ടിരിക്കുകയാണ്. ഇനി അത് നിൽക്കുമ്പോൾ ഇവിടെ ഈ പരിസരത്തുള്ള ആൾക്കാർക്കൊന്നും കുടിവെള്ളം വരെ ഇല്ലാത്ത അവസ്ഥയിലേക്കാണ് പോക്ക്. ഡാം വറ്റി കഴിഞ്ഞാൽ പിന്നെ ഒരു തുള്ളി വെള്ളം ഈ ഭാഗത്തൊന്നും കിട്ടാനൊരു മാർഗം ഉണ്ടാവില്ല. ഈ ചിറ കെട്ടി വെള്ളം നിന്നിട്ട് വേണം ഞങ്ങൾക്ക് കുടിവെള്ളം, നെൽകൃഷി, വാഴ, ജാതി, തെങ്ങ്, അടയ്ക്കാമരം ഇതിനൊക്കെ സ്രോതസ് ഈ ചിറ കെട്ടിയിട്ട് ഇതിൽ നിന്ന് ലിഫ്റ്റിഗേഷൻ മുഖേന വെള്ളം അടിച്ചിട്ടാണ് കരയാമ്പാടം, നോർത്ത് കനാൽ, സൗത്ത് കനാലിൽ കൂടെ വെള്ളം വിടുന്നത്. അതിപ്പോൾ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ഈ ഭാഗത്തുള്ളവർക്ക് കുടിവെള്ളം വരെ മുട്ടിപ്പോകും. വർഷം തോറും വലിയ തുക ചെലവഴിച്ചാണ് പുഴയിൽ താൽക്കാലിക തടയണകൾ പണിയുന്നത്. ഏനമാവ് ബണ്ട് കെട്ടുന്നതിൽ സംഭവിച്ച കാലതാമസമാണ് കാർഷിക മേഖലയ്ക്ക് തിരിച്ചടിയാകുന്നത്. ഇതുമൂലം കഴിഞ്ഞ 22 ദിവസമായി ചെമ്മിനി ഡാം തുറന്ന് വെള്ളം ഒഴുക്കി വിട്ടുകൊണ്ടിരിക്കുകയാണ്. കോൾപ്പാടങ്ങളിലേക്ക് ഉപ്പുവെള്ളം കയറുമെന്ന ആശങ്കയാണ് ചിമ്മിനി ഡാമിൽ നിന്ന് വെള്ളം തുറന്നുവിടാൻ കാരണം. എന്നാൽ ജില്ലാ ഭരണകൂടത്തിന്റെയും ഇറിഗേഷൻ അധികൃതരുടെയും അനാസ്ഥയാണ് ചിറ നിർമ്മാണം വൈകാൻ കാരണമെന്ന് വരന്തരപ്പള്ളി പഞ്ചായത്ത് മെമ്പർ VB അരുൺ ആരോപിച്ചു. ഇവിടുത്തെ 60% ആളുകൾ ഉപജീവനത്തിനായിട്ട് കൃഷിയെ അനുബന്ധിച്ചാണ് ജീവിക്കുന്നത്. സാധാരണ ഡിസംബർ 26-ാം തീയതിക്കുള്ളിൽ വരന്തരപ്പള്ളി പഞ്ചായത്തിലെ 3 തടയണകളും കെട്ടിക്കഴിയാറുള്ളതാണ്. പക്ഷേ ഇത്തവണ ജില്ലാ ഭരണകൂടത്തിൻ്റെ അനാസ്ഥ എന്ന് തന്നെ പറയണം. 2 മാസം കഴിഞ്ഞിട്ടും ഇതുവരെയായിട്ടും തടയണകൾ നിർമ്മിക്കാനുള്ള ഒരു പരിപാടി പോലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശത്തെ എല്ലാ കർഷകരും വലിയ പ്രതിഷേധത്തിലാണ്. ഡിസംബർ, ജനുവരി മാസങ്ങളിൽ പൂർത്തിയാകേണ്ട ചിറകൾ ഫെബ്രുവരി അവസാനമായിട്ടും പൂർത്തിയാകാത്തതിനാൽ വേനൽ ശക്തമാകുന്ന ഏപ്രിൽ, മെയ് മാസങ്ങളിൽ കൊടും വരൾച്ചയായിരിക്കും കാത്തിരിക്കുന്നത്. TCV പുതുക്കാട്.
കുറുമാലിപ്പുഴയിൽ മൺചിറ നിർമ്മിക്കാത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ വരന്തരപ്പള്ളി പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കോൺഗ്രസ് വരന്തരപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ മാർച്ച് മണ്ഡലം പ്രസിഡന്റ് EM ഉമ്മർ ഉദ്ഘാടനം ചെയ്തു. UDF ചെയർമാൻ KL ജോസ്, പ്രവാസി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ബിജു അമ്പഴക്കാടൻ, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് മോളി ജോസഫ്, നേതാക്കളായ വിനയൻ പണിക്കവളപ്പിൽ, ഔസിഫ് ചെരടായി തുടങ്ങിയവർ സംസാരിച്ചു. ചിമ്മിനി ഡാമിൽ നിന്ന് യാതൊരുവിധ നിയന്ത്രണവുമില്ലാതെ വെള്ളം പുറത്തേക്ക് ഒഴുക്കിവിടുന്നതിനെതിരെ പഞ്ചായത്ത് ഭരണസമിതി നടപടിയെടുക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. കുറുമാലിപ്പുഴയിലെ മൺചിറ നിർമ്മാണം ഗ്രാമപഞ്ചായത്തിന്റെ അനാസ്ഥയാണെന്ന് മലയോര കർഷക സംരക്ഷണ സമിതി. ഡിസംബർ മാസത്തോടെ നിർമ്മാണം പൂർത്തിയാക്കേണ്ട കുറുമാലിപ്പുഴയിലെ മൺചിറകൾ ഇതുവരെ പണി ആരംഭിക്കാൻ കഴിയാത്തത് പഞ്ചായത്തിന്റെ അനാസ്ഥയാണെന്ന് മലയോര കർഷക സംരക്ഷണ സമിതി പ്രസിഡന്റ് EA ഓമൻ ആരോപിച്ചു. പഞ്ചായത്തിലെ മുഴുവൻ കർഷകരെയും കുടിവെള്ള പദ്ധതികളെയും ബാധിക്കുന്ന ചിറ നിർമ്മാണം അടിയന്തരമായി ആരംഭിക്കണമെന്നും കർഷക സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു. പഴഞ്ഞി പട്ടിത്തടം റോഡിൽ വീടിന് തീപിടിച്ചു. ഓടേരിയിൽ അശോകന്റെ വീടിനാണ് തീപിടിച്ചത്. തീയാളി പടരുന്നത് കണ്ട് വീട്ടുകാർ പുറത്തേക്കിറങ്ങിയോടി. വീടിന്റെ മുകളിലെ മച്ചിൽ സൂക്ഷിച്ച ഉണങ്ങിയ മരക്കഷ്ണങ്ങൾക്കാണ് തീപിടിച്ചത്. വീടിന്റെ മുകൾ വശം കത്തിനശിച്ചു. കുന്നംകുളം അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി തീയണച്ചു. സ്റ്റേഷൻ ഓഫീസർ B വൈശാഖ്, അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥരായ ലൈജു, റഫീഖ്, പവിത്രൻ, അമൽ, ശരത്, സ്റ്റാലിൻ, ശ്യാം, വിഷ്ണുദാസ്, സനൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് തീയണച്ചത്. കൊരട്ടി ഗവൺമെന്റ് പ്രസിന് സമീപം ദേശീയപാതയോരത്ത് അഗ്നിബാധ. 2 തവണയാണ് മാലിന്യ കൂമ്പാരത്തിന് തീപിടിച്ചത്. ചാലക്കുടിയിൽ നിന്ന് അഗ്നിരക്ഷാസേനയെത്തി 1.5 മണിക്കൂർ കൊണ്ട് തീ നിയന്ത്രണ വിധേയമാക്കി. അഗ്നിശമന ഉദ്യോഗസ്ഥരായ PS സന്തോഷ് കുമാർ, PK അജിത് കുമാർ, രോഹിത് K ഉത്തമൻ, നിഖിൽ കൃഷ്ണൻ തുടങ്ങിയവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. ഏനാമാവ് വടക്കേ കൊഞ്ചിറ കോൾപ്പടവിൽ കാട്ടുപന്നിക്കൂട്ടം കൃഷി നശിപ്പിച്ചു. ഒരാഴ്ചയ്ക്ക് ശേഷം വിളവെടുപ്പ് നടത്തേണ്ട കോൾപ്പടവിലാണ് കാട്ടുപന്നിക്കൂട്ടം നെൽച്ചെടികൾ നശിപ്പിച്ചത്. ഏനാമാവ് മുപ്പട്ടിത്തറ സ്വദേശി സുധീരന്റെ ഉടമസ്ഥതയിലുള്ള 1 ഏക്കറോളം സ്ഥലത്തിൽ നെൽച്ചെടികൾ വ്യാപകമായി നശിപ്പിച്ച നിലയിലാണ്. സമീപത്തെ മറ്റു കർഷകരുടെ പാടശേഖരങ്ങളിലും കാട്ടുപന്നിക്കൂട്ടം കൃഷി നശിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കണ്ണൂത്ത് മേഖലയിൽ പച്ചക്കറി കൃഷികൾ നശിപ്പിച്ച കാട്ടുപന്നിക്കൂട്ടത്തെ കൃഷിവകുപ്പിന്റെ നേതൃത്വത്തിൽ വെടിവെച്ച് കൊന്നിരുന്നു. കൃഷിനാശം സംഭവിച്ച കർഷകർ കൃഷിവകുപ്പിൽ പരാതി നൽകിയതിനെ തുടർന്ന് ഉദ്യോഗസ്ഥർ പടവിൽ പരിശോധനയ്ക്ക് എത്തി. വേലൂരിൽ ഓട്ടോറിക്ഷയിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു. വെങ്കിലശ്ശേരി കുറ്റിപ്പള്ളത്ത് വീട്ടിൽ 70 വയസ്സുള്ള തങ്കപ്പനാണ് മരിച്ചത്. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു മരണം. കലാമണ്ഡലത്തിൽ വളർന്നുവരുന്ന കലാകാരന്മാർക്ക് ധാരാളം അവസരങ്ങളുണ്ടെന്നും മോദി സർക്കാരിന്റെ നേതൃത്വത്തിൽ വിവിധ പദ്ധതികളാണ് ആസൂത്രണം ചെയ്തു വരുന്നതെന്നും BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ. കേരള പദയാത്രയുടെ ഭാഗമായി കലാമണ്ഡലം സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു സുരേന്ദ്രൻ. മഹാകവി വള്ളത്തോളിന്റെ സമാധിയിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷമാണ് അദ്ദേഹം കലാമണ്ഡലം സന്ദർശിച്ചത്. കലാമണ്ഡലം വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ B അനന്തകൃഷ്ണൻ, രജിസ്ട്രാർ ഡോക്ടർ P രാജേഷ് കുമാർ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, സംസ്ഥാന സെക്രട്ടറി A നാഗേഷ് എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. ശ്രീനാരായണപുരത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോധികയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമാണെന്ന് സൂചന. പടിഞ്ഞാറെ വെമ്പലൂർ കുടിലിങ്ങൽ ബസാർ ഏറാട്ട് സദാനന്ദന്റെ ഭാര്യ 67 വയസ്സുള്ള തങ്കമണിയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബുധനാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. വീട്ടിനകത്ത് അബോധാവസ്ഥയിൽ കണ്ടെത്തിയ തങ്കമണിയെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും അതിനകം മരണം സംഭവിച്ചുവെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. എന്നാൽ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് നാട്ടുകാർ പരാതിപ്പെടുകയായിരുന്നു. തുടർന്ന് മതിലകം പോലീസ് ഇൻക്വസ്റ്റ് നടത്തി മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. മരണം കൊലപാതകമാണെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക നിഗമനം. ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തിയിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാളെ മതിലകം പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. രാജ്യത്തിന്റെ പട്ടിണി മാറ്റാൻ കഴിയാത്തവർ പള്ളികൾ പൊളിക്കാനുള്ള തിരക്കിലാണെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. TN പ്രതാപൻ MP നയിക്കുന്ന വെറുപ്പിനെതിരെ സ്നേഹ സന്ദേശ യാത്രയുടെ നാട്ടിക ബ്ലോക്ക് പര്യടനം അന്തിക്കാട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വലിയ വാദങ്ങളല്ലാതെ മോദിയുടെ കീഴിൽ രാജ്യത്തിന് എന്ത് നേട്ടമുണ്ടായി? തൊഴിലില്ലായ്മ കൊണ്ട് യുവാക്കൾ പൊറുതിമുട്ടി. 10 വർഷത്തെ ഭരണ നേട്ടം പറയാനില്ലാത്തവർ പുതിയ അജണ്ടകൾ സൃഷ്ടിക്കാനുള്ള തിരക്കിലാണ്. ഒരാൾക്കും തൃശൂർ വിട്ടുകൊടുക്കില്ലെന്നും ഈ നാട് തീരുമാനമെടുത്തതാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു.
കോൺഗ്രസ് നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റ് PA ഷൌക്കത്ത് അലി അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, സുനിൽ അന്തിക്കാട്, അനിലക്കര, അനിൽ പുളിക്കൽ, CC ശ്രീകുമാർ, OJ ജനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഏറ്റവും മുന്നിൽ സഹപ്രവർത്തകരും രാജ്യത്തിന്റെ മതേതരത്വത്തെ നിലനിർത്തുവാൻ ആവശ്യമായിട്ടുള്ള നിലപാടുകൾ എടുത്തു പോകുമ്പോൾ ഗുരുവായൂരിൽ വർണ്ണവസന്തം വിരിച്ച് പുഷ്പോത്സവത്തിന് തുടക്കമായി. ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് നഗരസഭയുടെ ആഭിമുഖ്യത്തിലാണ് പുഷ്പോത്സവവും നിശാഗന്ധി സർഗോത്സവവും നടത്തുന്നത്. പുഷ്പോത്സവത്തിന്റെ ഉദ്ഘാടനം NK അക്ബർ MLAയും നിശാഗന്ധി സർഗോത്സവത്തിന്റെ ഉദ്ഘാടനം ചലച്ചിത്ര ഗാനരചയിതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയും നിർവഹിച്ചു. സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ, ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ Dr. VK വിജയൻ തുടങ്ങിയവർ മുഖ്യാതിഥികളായി. നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. പുഷ്പോത്സവത്തിൽ പുഷ്പഫല സസ്യ പ്രദർശനം, ലഘുഭക്ഷണശാലകൾ, വ്യാപാരമേള എന്നിവയാണ് ഒരുക്കിയിരിക്കുന്നത്. നിശാഗന്ധി സർഗോത്സവത്തിൽ ഗസൽ നൈറ്റ്, നാടകം, നാടൻപാട്ടുകൾ, കോമഡി ഷോ, ഡാൻസ് ഫെസ്റ്റ്, മ്യൂസിക് ബാൻഡ് തുടങ്ങി വിവിധയിനം കലാപരിപാടികൾ സൗജന്യമായി ആസ്വദിക്കാം. ക്ഷേത്രോത്സവത്തിന് കൊടിയിറങ്ങുന്ന മാർച്ച് 1 പുഷ്പോത്സവം സമാപിക്കും. ഗുരുവായൂർ ക്ഷേത്രോത്സവം 2ാം ദിവസത്തിലേക്ക് കടന്നതോടെ തങ്കത്തിടമ്പും കോലവും എഴുന്നള്ളിച്ചുള്ള ഗുരുവായൂരപ്പന്റെ രാജകീയ പ്രൗഢിയോടെയുള്ള എഴുന്നള്ളിപ്പ് ആരംഭിച്ചു. രാവിലെ ദിക്കുകൊടികൾ സ്ഥാപിച്ചതോടെയാണ് വിശേഷാൽ മേളങ്ങൾക്ക് തുടക്കമായത്. തന്ത്രി ചേന്ന സതീശൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ 4 ഇല്ലങ്ങളിൽ നിന്നുള്ള ഓദിക്കന്മാർ ചേർന്നാണ് ക്ഷേത്രത്തിന്റെ 8 ദിക്കുകളിലുമായി കൊടികൾ സ്ഥാപിച്ചത്. ദിക്കുകൊടികൾ ഉയർന്നതോടെ സ്വർണ്ണക്കൊടിമര ചുവട്ടിൽ പഞ്ചാരി മേളത്തിന് കോലമർന്നു. പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ മേളവിസ്മയം ആസ്വാദകരിൽ ആവേശത്തിന്റെ താളവട്ടം തീർത്തു. ലക്ഷണമൊത്ത കൊമ്പൻ ഇന്ദ്രസൻ കോലമേറ്റി, ചെന്താമരാക്ഷൻ, വിഷ്ണു എന്നീ ആനകൾ ഇടംവലം അണിനിരന്നു. പട്ടുകുട, കൊടിക്കൂറ, തഴ, സൂര്യമറ എന്നിവയുടെ അകമ്പടിയോടെ രാജകീയ പ്രൗഢിയോടെയാണ് കണ്ണൻ എഴുന്നള്ളിയത്. ഉച്ചതിരിഞ്ഞുള്ള എഴുന്നള്ളിപ്പിൽ ആനയൂട്ടത്തിലെ ജേതാവ് ഗോപി കണ്ണൻ കോലമേറ്റും. ക്ഷേത്രം കൂത്തമ്പലത്തിൽ അരങ്ങേറാറുള്ള ചാക്യാർ കൂത്തിനും പാടകത്തിനും രാത്രി തുടക്കമാകും. ചെറുതുരുത്തിയിൽ ട്രെയിനിൽ നിന്ന് ഭാരതപ്പുഴയിലേക്ക് വീണ തിരുവനന്തപുരം സ്വദേശിയുടെ മൃതദേഹം കണ്ടെത്തി. അഗ്നിരക്ഷാസേനാ സംഘവും പോലീസും മുങ്ങൽ വിദഗ്ധരും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. തിരുവനന്തപുരം നെയ്യാറ്റിങ്ങര മങ്ങാട്ടുമുറ്റം വീട്ടിൽ ഗംഗാധരൻ പിള്ള മകൻ 49 വയസ്സുള്ള വിനോദ് കുമാറാണ് മരിച്ചത്. ബുധനാഴ്ച പുലർച്ചെയാണ് ചെറുതുരുത്തി പൈങ്കുളം ഗേറ്റിന് സമീപം ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള പാലത്തിൽ വെച്ച് വിനോദ് കുമാർ തീവണ്ടിയിൽ നിന്ന് വീണത്. മച്ചാട് മാമാങ്കത്തോടനുബന്ധിച്ച് തെക്കുംകര പഞ്ചായത്തും ജില്ലാ വ്യവസായ വകുപ്പും സംയുക്തമായി സംഘടിപ്പിച്ച മച്ചാട് കാർണിവൽ സമാപിച്ചു. സമാപന സമ്മേളനം വാണിജ്യ വ്യവസായ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ KS കൃപകുമാർ ഉദ്ഘാടനം ചെയ്തു. തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ അധ്യക്ഷനായി. ചടങ്ങിൽ സംവിധായകൻ മച്ചാട് NB രഘുനാഥ്, ഡോക്ടർ KM നീതു എന്നിവരെ ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം PS വിനയൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CV സുനിൽകുമാർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് E ഉമാലക്ഷ്മി, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PR രാധാകൃഷ്ണൻ, VC സജീന്ദ്രൻ, സിന്ധു രാജീവ്, നോവലിസ്റ്റ് P രഘുനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് പുളിഞ്ചോട് സ്വകാര്യ ബസും കാറും കൂട്ടിയിടിച്ചു. തൃശൂരിൽ നിന്നും വടക്കാഞ്ചേരി ഭാഗത്തേക്ക് പോയിരുന്ന കാറും എതിർദിശയിൽ നിന്നും വന്ന ബസ്സുമാണ് കൂട്ടിയിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു. കാർ യാത്രികന് നിസ്സാര പരിക്കേറ്റു. അപകടത്തെ തുടർന്ന് കാറിന്റെ ഓയിൽ റോഡിൽ പരന്ന് വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. വടക്കാഞ്ചേരി ഫയർ സ്റ്റേഷനിൽ നിന്നും അഗ്നിശമന സേനയെത്തി റോഡിലൊഴുകിയ ഓയിൽ വെള്ളമൊഴിച്ച് കഴുകി വൃത്തിയാക്കിയതിനു ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. പഴഞ്ഞി അരുവായ് ചിറവരമ്പത്തുകാവ് ഭഗവതി ക്ഷേത്ര പൂരവേല മഹോത്സവം 25-26 തീയതികളിൽ വിവിധ പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികൾ അറിയിച്ചു. 25-ന് രാവിലെ അഭിഷേകം, ഗണപതി ഹോമം എന്നിവ നടക്കും. ഉച്ചതിരിഞ്ഞ് 3-ന് പുറത്തേക്ക് എഴുന്നള്ളിപ്പ്, നടപ്പുര മേളവും നടക്കും. വൈകിട്ട് 5:30-ന് കൂട്ടിയെഴുന്നള്ളിപ്പ് നടക്കും. 46 ദേശ കമ്മിറ്റികളിൽ നിന്നായി 46 ഗജവീരന്മാർ പൂരം കൂട്ടിയെഴുന്നള്ളിപ്പിൽ അണിനിരക്കും. പ്രസിഡന്റ് KT സുബ്രഹ്മണ്യൻ, ക്ഷേത്രം ഊരാളൻ പയ്യഴി രാമചന്ദ്രൻ ഉണ്ണി, ക്ഷേത്ര ഭരണസമിതി അംഗങ്ങളായ VG സദാശിവൻ, KK മനോഹരൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.
ചേലക്കര ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് 25ാം വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 24-ന് രാവിലെ ടെക് ഫെസ്റ്റ് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ് ഉദ്ഘാടനം ചെയ്യും. 25-ന് നടക്കുന്ന അനുമോദന സമ്മേളനം മന്ത്രി കെ രാധാകൃഷ്ണൻ നിർവഹിക്കും. 26-ന് നടക്കുന്ന സമാപന സമ്മേളനം ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ ഉദ്ഘാടനം ചെയ്യും. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ്, ചേലക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് H ഷലീൽ, കോളേജ് പ്രിൻസിപ്പൽ PK യാമിനി, പൂർവ്വ വിദ്യാർത്ഥി പ്രദീപ്, സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗം മേധാവി ഡോക്ടർ അനിത ജേക്കബ്, പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP ശ്രീജയൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സ്കൂളുകളിൽ കുട്ടികൾക്ക് വെള്ളം കുടിക്കാൻ പ്രത്യേക ഇടവേള ഒരുക്കാൻ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവിറങ്ങിയതോടെ അതിയായ സന്തോഷത്തിലാണ് മുപ്ലിയം സ്വദേശി രവീന്ദ്രനാഥ് നേരത്തെ നൽകിയ പരാതിയിലാണ് വിദ്യാഭ്യാസ വകുപ്പ് കഴിഞ്ഞ ദിവസം ഉത്തരവിറക്കിയത്. 2020 മനുഷ്യാവകാശ കമ്മീഷന്റെ നിർദ്ദേശത്തെ തുടർന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നുവെങ്കിലും കോവിഡിനെ തുടർന്ന് പദ്ധതി നടപ്പിലാക്കിയിരുന്നില്ല. ഇതേക്കുറിച്ച് രവീന്ദ്രനാഥ് കഴിഞ്ഞയാഴ്ച മനുഷ്യാവകാശ കമ്മീഷന്റെ ശ്രദ്ധയിൽ ഇക്കാര്യം അറിയിച്ചിരുന്നു. ഇതേ തുടർന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് പുതിയ ഉത്തരവ് ഇറക്കിയത്. 2020 ഞാൻ മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി കൊടുക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കമ്മീഷൻ എന്നെ ഹിയറിംഗിന് വിളിക്കുകയും ഹിയറിംഗിൽ ഞാൻ എൻ്റെ വാദമുഖങ്ങൾ അവതരിപ്പിക്കുകയും കമ്മീഷൻ ഇതിൽ ഇടപെടുകയും ഈ കാലഘട്ടത്തിന് ഇത് അനിവാര്യമാണെന്ന് കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ സർക്കാരിന് നിർദ്ദേശം കൊടുക്കുകയുണ്ടായി. നിർഭാഗ്യവശാൽ കോവിഡ് വന്ന അവസരത്തിൽ ഇത് നടപ്പിലായില്ല. ഇപ്പോഴും ഇത് നടപ്പിലാക്കുന്നില്ല, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടപ്പിലാക്കുന്നില്ല. അതുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഈ അടുത്ത ദിവസം മനുഷ്യാവകാശ കമ്മീഷന് പരാതി കൊടുത്തു. കമ്മീഷൻ ഇടപെട്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രി ബഹുമാനപ്പെട്ട ശിവൻകുട്ടി അവറുകൾ ഇത് നടപ്പിലാക്കാനായിട്ട് സർക്കാരിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. എത്രയും വേഗം പദ്ധതി നടപ്പിലാക്കിയതായി ഉറപ്പുവരുത്തണമെന്ന് വിദ്യാഭ്യാസ ഉപഡയറക്ടർ RDD, AD, ഡയറ്റ് പ്രിൻസിപ്പൽ എന്നിവർക്ക് മന്ത്രി നിർദ്ദേശം നൽകി. സ്കൂൾ സമയത്ത് ക്രമമായ ഇടവേളകളിൽ ബെൽ മുഴക്കി കുട്ടികളെ വെള്ളം കുടിപ്പിക്കാൻ ശീലിപ്പിക്കുന്നതാണ് ജലമണി പദ്ധതി. രാവിലെ 10:30-നും ഉച്ചയ്ക്ക് 2-നും ബെൽ മുഴക്കി 5 മിനിറ്റ് വീതം പ്രത്യേക ഇടവേളകൾ അനുവദിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. വീട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുവരാത്ത വിദ്യാർത്ഥികൾക്ക് സ്കൂളുകളിൽ ശുദ്ധജലം ഉറപ്പാക്കണമെന്നും നിർദ്ദേശമുണ്ട്. വെള്ളം ശരിയായ അളവിൽ കുടിക്കാത്തതുമൂലം കുട്ടികൾക്കുള്ള ക്ഷീണം, ദഹനക്കുറവ്, വൃക്കകളുടെയും മറ്റ് അവയവങ്ങളുടെയും ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവ പരിഹരിക്കാനാണ് ജലമണി പദ്ധതി നടപ്പിലാക്കിയത്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള എല്ലാ സ്കൂളുകളിലും പദ്ധതി നടപ്പിലാക്കാനാണ് ഉത്തരവ്. TCV പുതുക്കാട്. പറപ്പൂക്കര, ആലത്തൂർ, പാലക്കുഴി ലിഫ്റ്റ് ഇറിഗേഷന്റെ 2ാം ഘട്ടം പ്രവർത്തനം പൂർത്തീകരിച്ചതിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് നിർവഹിച്ചു. വാർഡ് മെമ്പർ A രാജീവ് അധ്യക്ഷത വഹിച്ചു. ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കവിത സുനിൽ, TR ലാലു തുടങ്ങിയവർ സംസാരിച്ചു. 1.86 ലക്ഷം രൂപ ചെലവിലാണ് പൈപ്പ് ലൈൻ നീട്ടിയത്. കൊടകര പ്രസ് ക്ലബിന്റെ വാർഷിക പൊതുയോഗം പ്രസിഡന്റ് TG അജോയുടെ അധ്യക്ഷതയിൽ സംഘടിപ്പിച്ചു. സെക്രട്ടറി KV ഹരീന്ദ്രൻ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. ലോനപ്പൻ കടമ്പോട്, ഡിനോ കൈനാടത്ത്, IR രാജൻ, കൊടകര ഉണ്ണി, PK നൌഷാദ് തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ പ്രസിഡന്റായി IR രാജനെയും സെക്രട്ടറിയായി കൊടകര ഉണ്ണിയെയും തെരഞ്ഞെടുത്തു. ഡിനോ കൈനാടത്ത് വൈസ് പ്രസിഡന്റ്, PK നൌഷാദ് ജോയിന്റ് സെക്രട്ടറി, TG അജോ ട്രഷറർ എന്നിവരാണ് മറ്റു ഭാരവാഹികൾ. ഒമ്പതുങ്ങൽ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഞായറാഴ്ച ഇരിങ്ങാലക്കുട കാവനാട് രാമൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലുള്ള വിദ്യാരാജ ഗോപാല മന്ത്രാർച്ചനയും ആധ്യാത്മിക സത്സംഗവും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ക്ഷേത്ര പുനരുദ്ധാരണത്തിന്റെ ഭാഗമായ ശ്രീകോവിൽ ചെമ്പോല പൊതിയുന്നതിനായുള്ള ധനസമാഹരണ കൂപ്പൺ വിതരണവും ഇതോടനുബന്ധിച്ച് നടക്കും. മേൽശാന്തി മോഹനൻ എമ്രാന്തിരി, കഴകക്കാരായ ഗിരിജൻ പിഷാരടി, പുഷ്പ പിഷാരസ്യാർ തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിക്കും. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് P പ്രഭാകരൻ, സെക്രട്ടറി P രാജീവ്, P ഭാസ്കരൻ, K നാരായണ മേനോൻ, PG ശിവൻകുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു. KSSPU തൃശൂർ ഈസ്റ്റ് ബ്ലോക്ക് വാർഷിക സമ്മേളനം ഉല്ലൂക്കര സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ P ബാലചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് TN വിജയാദേവി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം VV പരമേശ്വരൻ, ജില്ലാ സെക്രട്ടറി K ചന്ദ്രമോഹൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ CP ലളിത, ദാക്ഷായണി, KG പ്രദീപ് കുമാർ, ബ്ലോക്ക് ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയും ക്ഷാമാശ്വാസ കുടിശ്ശികയും ഉടൻ അനുവദിക്കണമെന്നും മെഡിസിപ്പിലെ അപാകതകൾ പരിഹരിക്കണമെന്നും കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ
ചാലക്കുടി ബ്ലോക്ക് വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു. MLA സനീഷ് കുമാർ ജോസഫ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് KS വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം KK കാർത്തികേയ മേനോൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് ജോയ് മണ്ടകത്ത്, സെക്രട്ടറി MA നാരായണൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് M തുളസി, PV രാധാമണി, TV മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. മാള വിജ്ഞാനദായിനി സഭ ചക്കാമ്പറമ്പ് ഭഗവതി ക്ഷേത്രത്തിൽ നടതുറപ്പ് ഉത്സവം ആഘോഷിച്ചു. നടതുറപ്പിന്റെ ഭാഗമായി പ്രത്യേക പൂജകൾ, പന്തീരടി പൂജ എന്നിവ നടന്നു. പൊങ്കാലയിലും തെണ്ടുവഴിപാട് സമർപ്പണത്തിലും SN ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ പ്രീതി നടേശൻ പങ്കെടുത്തു. മുല്ലശ്ശേരി പറമ്പൻതളി ക്ഷേത്രത്തിൽ ശിവരാത്രി ചുറ്റുവിളക്ക് ആരംഭിച്ചു. ചുറ്റുവിളക്കിനോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ ദീപാരാധനയ്ക്ക് ശേഷം ദീപാലങ്കാരം, തായമ്പക, പ്രദക്ഷിണം, പ്രസാദ വിതരണം എന്നിവ നടന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ദേവസ്വം ജീവനക്കാർ ജോലിയിൽ അലസത കാണിക്കരുതെന്ന് മന്ത്രി K രാധാകൃഷ്ണൻ. ഗുരുവായൂർ ദേവസ്വം ഭക്തർക്ക് യാതൊരുവിധ സൗകര്യങ്ങളും നൽകുന്നില്ലെന്നാരോപിച്ച് മന്ത്രി K രാധാകൃഷ്ണന് നേരെ ഭക്തയുടെ പ്രതിഷേധം. മുല്ലശ്ശേരി പഞ്ചായത്തിലെ ഊരകം 7ാം വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 83.18% പോളിംഗ്. വോട്ടെണ്ണൽ വെള്ളിയാഴ്ച. പാലപ്പിള്ളിയിൽ വീണ്ടും പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നു. എലിക്കോട് ആദിവാസി കോളനിക്ക് സമീപമാണ് പുലിയിറങ്ങിയത്. നിയമക്കുരുക്കിൽപ്പെട്ട് അടഞ്ഞുകിടന്നിരുന്ന പെരിഞ്ഞനം പഞ്ചായത്തിലെ പ്രളയപ്പുരയ്ക്ക് ശാപമോക്ഷം. 8 കുടുംബങ്ങൾക്ക് കൂടി വീടിന്റെ താക്കോൽ കൈമാറി. കാളിയാറോട് ചന്ദനക്കുടം ആണ്ട് നേർച്ചയ്ക്ക് കൊടിയേറി. മുട്ടുമിളിയുടെയും ദഫുമുട്ടിന്റെയും അകമ്പടിയോടെയായിരുന്നു കൊടിയേറ്റം. ഞായറാഴ്ച പുലർച്ചെ വരെ നേർച്ചകൾ പള്ളിയിലെത്തും. കടങ്ങോട് ചിറമനങ്ങാട് കണലിപ്പാറപ്പുറത്ത് വെടിമരുന്ന് പടക്ക സംഭരണശാല ആരംഭിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം. ജനവാസ കേന്ദ്രത്തിന് സമീപം വെടിമരുന്ന് സംഭരണശാല ആരംഭിക്കാനുള്ള നീക്കമാണ് നാട്ടുകാരെ ഭീതിയിലാക്കിയത്. വേനൽ കനത്തിട്ടും കുറുമാലിപ്പുഴയിലെ മൺചിറ നിർമ്മാണം തുടങ്ങിയില്ല. കുടിവെള്ള ജലസേചന പദ്ധതി പ്രവർത്തനം അവതാളത്തിൽ. മൺചിറ നിർമ്മാണം നടത്താത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ പഞ്ചായത്ത് ഓഫീസ് മാർച്ച് നടത്തി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.